ജി ആർ ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാരെന്ന നോവൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. ആ നോവലിൽ നമ്മളൊരു ഇമാജിനേഷൻ ഉണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സിനിമ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബേസിലും സജിൻ ഗോപുവും ലിജോ മോളും ആനന്ദ് മന്മഥൻ ദീപക് പറമ്പോൾ ഇവരെല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. അതാണ് അതിനകത്ത് നമ്മൾ സ്ത്രീധനമാണ് ഇതിനകത്തുള്ളൊരു വിഷയം. അപ്പോൾ ആ വിഷയത്തെ വളരെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഇത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യും. കാരണം അത്തരത്തിലാണ് അതിൻ്റെ മേക്കിങ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൻ അതെ 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 അത് നന്നായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഇത്ര വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ 2-3 സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് ഡോൺ ഭാരത്രയുടെ ഫാമിലി, പിന്നെ കഴിഞ്ഞ IFFKയിൽ കളിച്ച അപ്പുറം ഇന്ദുലക്ഷ്മിയിൽ, അതിനകത്തൊക്കെ എനിക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞാൻ നല്ല വേഷങ്ങൾ ചെയ്തതാണ്. പക്ഷേ കൊമേഴ്ഷ്യൽ സിനിമ ആദ്യമായിട്ട് എൻ്റെയാണ് റിലീസ് ചെയ്യുന്നത്. അതിനകത്ത് നല്ല രീതിയിൽ എന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2-3 സീനിലേ ഉള്ളൂ എങ്കിൽ പോലും എനിക്ക് എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് എൻ്റെ മേൽ കഴിവല്ല, ഡയറക്ടർ ജ്യോതിഷ് ശങ്കറിൻ്റെയും സാനു ജോൺ സാറിൻ്റെയൊക്കെ ഒരു വലിയ ഒരു വർക്കാണ് അത് ശരിക്കും. പക്ഷേ എനിക്കതിനകത്ത് പങ്കെടുക്കാൻ പറ്റി, വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയൊരു വലിയ ഭാഗ്യം.